നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നവജാത ശിശുക്കളെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ പീഡിയാട്രിക്സ് ഡോക്ടർ ഊർമിള KV ആണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, നവജാത ശിശുക്കളെ പരിചരിക്കേണ്ടത് എങ്ങനെയാണ്? അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നവജാത ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അവര് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള കുട്ടികളാണ്. അവരെ അണുബാധ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരു കാര്യം. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നവജാത ശിശുക്കൾ എപ്പോഴും തണുത്തു പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവരെ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക, നമ്മൾ ഹൈപ്പോതെർമിയ എന്ന് പറയും. അപ്പൊ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വളരെയധികം പൊതിഞ്ഞ് അവരെ സൂക്ഷിക്കേണ്ടതാണ്. അത് പ്രത്യേകിച്ചും തണുപ്പ് കാലാവസ്ഥയിൽ ഇപ്പം ഈ സീസണിൽ നവംബർ ഡിസംബർ ഈ കാലഘട്ടത്തിൽ തണുപ്പ് കൂടുതൽ അന്തരീക്ഷത്തിൽ കൂടുതലാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ ശരീരത്തിൽ ജലാംശവും ചൂടും നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അവരെ നല്ലവണ്ണം തലയും കൈകാലുകളും അടക്കം അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുക, പിന്നെ കുഞ്ഞുങ്ങളെ സമയത്ത് മുലയൂട്ടുക. അങ്ങനെ മുലയൂട്ടലിൽ നിന്ന് അവർക്ക് അണുബാധയിൽ നിന്ന് പ്രൊട്ടക്ഷനും കിട്ടും. അതുകൂടാതെ തന്നെ അവരുടെ ഷുഗർ ലെവൽ, ശരീരത്തിലെ ഷുഗർ ലെവൽ, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും, ഷുഗർ ലെവൽ കുറഞ്ഞു പോവാതെ നോക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നവജാത ശിശുക്കളെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഡോക്ടർ, അതുപോലെ ഏറ്റവും കൂടുതൽ സംശയം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നതുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഫീഡിംഗ് സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കുഞ്ഞുങ്ങൾ മുലപ്പാൽ കുടിക്കാതെ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി മുലയൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ WHO വേൾഡ് ആരോഗ്യ സംഘടന തന്നെ, ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് 6 മാസത്തോളം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം കൊടുക്കണം എന്നുള്ളതാണ്. അത് ജനിച്ച ഉടനെ എത്രയും വേഗം, നോർമൽ പ്രസവമാണെങ്കിൽ അരമണിക്കൂറിനുള്ളിലും, സിസേറിയൻ ആണെങ്കിൽ കഴിയുന്നത്ര വേഗം തന്നെ അമ്മയ്ക്ക് ബോധം തെളിയുന്ന ഉടനെ തന്നെ 1 മണിക്കൂറിനുള്ളിലാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ എത്രയും വേഗം, മിനിമം ഒരു 4 hours ഉള്ളിലെങ്കിലും കുഞ്ഞിനെ മുലയൂട്ടിയിരിക്കണം എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയും. 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. മറ്റൊരു വെള്ളമോ മറ്റൊരു സാധനങ്ങളോ മുലപ്പാലിന് മുമ്പേ കൊടുക്കാൻ പാടില്ല. മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ മാത്രം, മറ്റല്ലാതെ ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ അത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കിട്ടുന്ന ആദ്യത്തെ കുത്തിവെപ്പ് എന്ന് നമ്മൾ പറയും. അതായത് മുലപ്പാലിലൂടെ ആദ്യം കിട്ടുന്ന മഞ്ഞപ്പാൽ, അതില് കൊളോസ്ട്രം എന്ന് പറയുന്നത് ഈ മഞ്ഞപ്പാലില് ഒരുപാട് പ്രതിരോധ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ പ്രതിരോധ ഘടകങ്ങളാണ് കുട്ടിയുടെ ആദ്യത്തെ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും കുഞ്ഞിന് മഞ്ഞപ്പാൽ കിട്ടാതിരിക്കരുത്. അപ്പൊ ആദ്യം തന്നെ അമ്മയിൽ നിന്ന് ആ പാല് കുട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മുലയൂട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന കാര്യം. പിന്നെ 6 മാസത്തോളം മുലപ്പാൽ മാത്രം കൊടുക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ചില വളരെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ മുലയൂട്ടൽ അല്ലാതെ വേറെ എന്തെങ്കിലും പാലിന്റെ ആവശ്യം വരുള്ളൂ. അത് പ്രത്യേകം മെഡിക്കൽ ഗ്രൗണ്ട്സിൽ മാത്രമേ നമ്മൾ അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അമ്മയും കുഞ്ഞും വളരെ കംഫർട്ടബിൾ ആയിരിക്കണം മുലയൂട്ടുന്ന സമയത്ത്. അപ്പൊ അതിൻ്റെതായ പ്രത്യേക പൊസിഷൻസ് ഉണ്ട്. മുലക്കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഭാഗം, നമ്മൾ ഏരിയോള എന്ന് പറയും, ആ ഭാഗം മുഴുവനും, മെജോറിറ്റി ഓഫ് ദ ഭാഗം മുഴുവനും കുട്ടിയുടെ വായന്റെ ഉള്ളിൽ പോകണം. പിന്നെ കുഞ്ഞിന്റെ താടി ഭാഗം അമ്മയുടെ ബ്രസ്റ്റ് ടച്ച് ചെയ്തിരിക്കണം. അതുപോലെ പാല് കൊടുക്കുന്ന സമയത്ത് അമ്മയുടെ വയറും കുഞ്ഞിന്റെ വയറും ചേർന്നിരിക്കണം. ഇങ്ങനെയുള്ള പ്രത്യേക പൊസിഷനിൽ കൊടുത്താൽ മാത്രമേ മുലയൂട്ടൽ ശരിക്കും സക്സസ്ഫുൾ ആവുകയുള്ളൂ. അങ്ങനെ ആവുമ്പോൾ മാത്രമേ അമ്മയ്ക്കും കുഞ്ഞിനും വളരെ കംഫർട്ടബിൾ ആയ രീതിയിൽ മുലയൂട്ടാൻ പറ്റുകയുള്ളൂ. അതിൽ നിന്ന് മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു മുലയൂട്ടൽ നടക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അമ്മ വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. അമ്മയ്ക്ക് ഭയങ്കര സ്ട്രെസ്, ടെൻഷൻ, പ്രത്യേകിച്ചും ആദ്യത്തെ കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോൾ അമ്മയ്ക്ക് ഒരു സ്വാഭാവികമായും തന്നെ ഒരു ആദി ഉണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അത് മാത്രമല്ല, കൂട്ടിരിപ്പുകാർ പലപ്പോഴും ആ ഒരു ഉത്കണ്ഠയെ കൂട്ടാനുള്ള ഒരു അറിഞ്ഞോ അറിയാതെയോ അവർ പലപ്പോഴും ആ ഉത്കണ്ഠയെ കൂട്ടാനാണ് പലപ്പോഴും ഉണ്ടാവാറ്. അതായത് പാല് വരുന്നില്ലല്ലോ. ആദ്യത്തെ 48 മണിക്കൂർ കുഞ്ഞിന് അമ്മയിൽ നിന്ന് ഒരു 10-40 മില്ലി മാത്രമേ ഈ കൊളോസ്ട്രം ഉണ്ടാവുള്ളൂ. അത് തന്നെ കുട്ടിക്ക് ധാരാളമാണെന്നാണ് പറയപ്പെടുന്നത്. ആ പാല് നമുക്ക് കാണുമ്പോൾ അളവിൽ ഒരുപാട് ഉണ്ടായതായിട്ട് തോന്നില്ലെങ്കിലും കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. അപ്പൊ അത് ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടിക്ക് ആവശ്യത്തിന് പാലുണ്ടാകും എന്ന് പറഞ്ഞ് അമ്മയെ പ്രോത്സാഹിപ്പിക്കുകയാണ് എപ്പോഴും കൂട്ടിരിപ്പുകാർ
ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് പ്രധാനമായും മുലയൂട്ടലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ, അതുപോലെ ഈ മുലയൂട്ടുന്ന സമയത്ത് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസിന്റെ പ്രശ്നം. ഈ പാല് കുടിച്ച ശേഷം ഗ്യാസ് കളയേണ്ടത് എങ്ങനെയാണ്? പാല് കുടിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചല്ലോ, അതായത് മുലയൂട്ടുന്നതിന് ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ട്. പൊസിഷനിങ് ആൻഡ് ലാച്ചിങ് ഓൺ എന്ന് പറയും. ആ ആ, കുട്ടിയുടെ മുഖവും അമ്മയുടെ ബ്രസ്റ്റും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ്, അതിന്റെ ആ രീതി, അതായത് മുലക്കണ്ണ് മാത്രം കുഞ്ഞിന്റെ വായിൽ പോകുന്ന രീതിയിൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പാല് കൃത്യമായ രീതിയിൽ വരില്ല. അത് മാത്രമല്ല, കുട്ടിക്ക് പാലിനേക്കാൾ അധികം ഗ്യാസ് ആയിരിക്കും, എയർ ആയിരിക്കും, ഗ്യാസ് എന്ന് പറയുന്നില്ല, എയർ ആയിരിക്കും കൂടുതൽ കുഞ്ഞിന്റെ വയറ്റിന്റെ ഉള്ളിൽ കയറാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് പാലിനേക്കാൾ കൂടുതൽ കുറച്ച് ഗേഷ്യസ് ഡിസ്റ്റൻഷൻ, അതായത് വയറ് വീർത്ത പോലെ, എയർ കയറി വയറ് വീർത്ത പോലെ ഉണ്ടാവും. അത് എത്ര കറക്റ്റ് ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്താലും കുറച്ചൊക്കെ അത് ഉണ്ടാവും. അപ്പൊ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, കുഞ്ഞിനെ കുത്തനെ നമ്മുടെ തോളിലെടുത്ത്, അമ്മയുടെ തോളിലെടുത്ത് കുത്തനെ എടുത്തതിന് ശേഷം തട്ടിക്കൊടുക്കുക. അപ്പൊ അതിന് ബേർപ്പിംഗ് എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ കുത്തനെ എടുത്ത് ഒരു ഏകദേശം കുറച്ച് സമയത്തോളം കുട്ടിക്ക് അത് ഗ്യാസ് പുറത്ത് വരുന്ന സമയം ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കപ്ഡ് ഫിംഗേഴ്സ് വെച്ച്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഫിംഗർ അല്ല, കുറച്ച് കുഴിച്ചു വെച്ച് തോളത്ത്, കുട്ടിയുടെ തോളത്ത് നല്ലോണം തട്ടിക്കൊടുക്കണം. അങ്ങനെ ഒന്നെങ്കിൽ കുത്തനെ തോളത്തിട്ട് തട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ കാലിന്റെ മുകളിൽ, നമ്മുടെ അമ്മയുടെ തുടയുടെ മുകളിൽ കുട്ടിയെ കമത്തി കൊടുത്തിട്ട് അങ്ങനെയും തട്ടിക്കൊടുക്കാം. അങ്ങനെ ആ രീതിയിൽ കുട്ടിയെ കുത്തനെ എടുത്ത് തട്ടിക്കൊടുത്താൽ ഈ ഗ്യാസിന്റെ പ്രോബ്ലം ഒരു പരിധി വരെ നമുക്ക് അത് ഗ്യാസിന്റെ പ്രോബ്ലം അല്ല, ഈ പാല് കുടിക്കുമ്പോൾ കുറച്ച് എയർ ഉള്ളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത് അധികവും ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ കുറെയൊക്കെ ശരിയാവും. പിന്നെ എല്ലാ ഫീഡിന് ശേഷം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിന് പാല് തേർട്ടി വരാനും അത് തരിപ്പിൽ പോകാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. ശരി ഡോക്ടർ, പല കുഞ്ഞുങ്ങൾക്കും ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മഞ്ഞ നിറം കാണപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് മഞ്ഞ നിറം വന്നാൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? അതിന്റെ ചികിത്സ എന്താണ്? മഞ്ഞ നിറം എന്നുള്ളത് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഭാവികമായി വരുന്ന ഒരു കാര്യമാണ്. ഒരു അളവ് വരെ ഈ മഞ്ഞ നിറം ഉണ്ടാകുന്ന കോമ്പൗണ്ടിനെ പറയുന്ന ബിലിറൂബിൻ എന്നാണ്. അപ്പൊ ഈ ബിലിറൂബിൻ ഒരു പരിധി വരെ നമ്മുടെ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാകും. അതൊരു പരിധി വരെ വലിയ ദോഷം ഉണ്ടാക്കുന്ന കാര്യവുമല്ല. പക്ഷെ അതൊരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ എപ്പോഴും അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതിന് നമ്മൾ നിയോനേറ്റൽ ജോണ്ടിസ് എന്ന് പറയും. ഈ നിയോനേറ്റൽ ജോണ്ടിസ് എന്ന് പറയുന്ന നമ്മൾ സാധാരണ വലിയ ആൾക്കാർക്കോ വലിയ കുട്ടികൾക്കോ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്ത രോഗമല്ല. അതുമായിട്ട് പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. അതല്ല, ഇത് രക്തം അലിഞ്ഞുണ്ടാകുന്ന ഒരു മഞ്ഞയാണ്. ആ ഒരു തരം മഞ്ഞയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന മഞ്ഞ എന്ന്, ജോണ്ടിസ് എന്ന് പറയുന്ന സാധനം. അപ്പൊ അത് നോർമലി ഉണ്ടാകുന്നതിന് നമ്മൾ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും. അതായത് നോർമലി ഉണ്ടാകാവുന്നത്, അതൊരു ലെവൽ വരെ നമ്മളത് നോർമൽ എന്ന് തന്നെയാണ് പറയുക. അതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിരുന്ന പോലെ വെയിൽ കാണിക്കലോ അതൊന്നും അതിന്റെ ഒരു ചികിത്സയല്ല. അതിന് പ്രത്യേകിച്ച് ഒരു ചികിത്സ, ഫിസിയോളജിക്കൽ ജോണ്ടിസിന് ഒരു ചികിത്സയില്ല. അതായത് അതിന്റെ പ്രത്യേക ലെവലുണ്ട്. ആ ലെവലിന്റെ മേലെ, അതായത് ആദ്യത്തെ 24 മണിക്കൂർ കഴിഞ്ഞുണ്ടാകുന്ന മഞ്ഞ നിറവും ഒരു പരിധിക്ക് അപ്പുറം പോയിട്ടില്ലെങ്കിലും ആ മഞ്ഞയ്ക്ക് പ്രത്യേകിച്ച് ഒരു ചികിത്സയുടെ ആവശ്യം വരുന്നില്ല. പക്ഷെ അതേസമയം ഈ മഞ്ഞ 24 മണിക്കൂറിന് മുമ്പ് തന്നെ കുട്ടിക്ക് തുടങ്ങുകയും ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം, കുട്ടിയുടെ ഒരു പ്രത്യേക ദിവസങ്ങൾക്ക് ശേഷം ലാസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ആ മഞ്ഞ കുറച്ച് കുഴപ്പമുള്ള മഞ്ഞയാണ്. അങ്ങനത്തെ മഞ്ഞയ്ക്ക് നമുക്ക് ചികിത്സ വേണ്ടി വരും. ഈ മഞ്ഞയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ എല്ലാ കാരണങ്ങളും നമുക്ക് ഈ ഒരു ചെറിയ സെഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തഗ്രൂപ്പ് മാച്ചിങ് അല്ലാതെ വരുമ്പോൾ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, അമ്മ നെഗറ്റീവ് ഗ്രൂപ്പും കുട്ടി പോസിറ്റീവ് ഗ്രൂപ്പുമാണ് വരിക. അപ്പൊ അമ്മയ്ക്ക് O നെഗറ്റീവ് ഗ്രൂപ്പാണ്, കുട്ടി O പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ A പോസിറ്റീവ് ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തഗ്രൂപ്പ് മാച്ചിങ് അല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രക്തം പെട്ടെന്ന് അലിയാനും ആ കുട്ടിക്ക് മഞ്ഞയുടെ അളവ് കൂടാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലും, അതുപോലെ അമ്മയുടെ ഗ്രൂപ്പ് Oയും കുട്ടിയുടെ ഗ്രൂപ്പ് A അല്ലെങ്കിൽ AB അല്ലെങ്കിൽ B, അങ്ങനെ ഒരു സാഹചര്യം, അതായത് O ഗ്രൂപ്പ് അമ്മമാർക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രത്യേകതയാണ് OB ഇൻകമ്പാറ്റബിലിറ്റി എന്ന് പറയും, OA ഇൻകമ്പാറ്റബിലിറ്റി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും കുട്ടികൾക്ക് മഞ്ഞ നിറം കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട് കുട്ടിയുടെ മഞ്ഞ കൂടാനുള്ള സാഹചര്യം. ഏതായാലും ഈ ഏത് സാഹചര്യത്തിലാണോ ഈ മഞ്ഞയുടെ അളവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിലും കൂടുതലാണെങ്കിൽ അത് ബ്രെയിനിലേക്ക്, തലച്ചോറിലേക്ക് അത് വ്യാപിക്കാനും അതുകൊണ്ട് കുട്ടിക്ക് ഭാവിയിൽ വളർച്ചയുടെ പ്രശ്നങ്ങളും സെർബ്രൽ പാൽസി എന്നുള്ള അസുഖം വരാനും, വളർച്ച, ഡെവലപ്മെന്റൽ ഡിലേ, അതായത് വളർച്ചയ്ക്ക് താമസം വരാനും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കാനുള്ള
സാധ്യതകളുണ്ട്. അതിന് പിന്നെ ട്രീറ്റ്മെന്റുകൾ ഒരുപാടുണ്ട്. അതിൽ ഒരു ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത് ഫോട്ടോതെറാപ്പിയാണ്. ആ ഫോട്ടോതെറാപ്പിക്ക് പകരമായിട്ടാണ് പലരും വെയിൽ കാണിക്കൽ എന്നുള്ള വിചാരിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും അല്ല. വെയിൽ കാണിക്കലും ഫോട്ടോതെറാപ്പിയും രണ്ടും ഡിഫറെന്റ് ആണ്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള UV റേഡിയേഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഫോട്ടോതെറാപ്പി ചെയ്യുന്നത്. ആ ഫോട്ടോതെറാപ്പിയിൽ ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ രക്തം മാറ്റൽ എന്നുള്ള ടൈപ്പ് ചികിത്സകൾ, മറ്റു പല തിരികെ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ഹലോ ഡോക്ടറിലേക്ക്. ഡോക്ടർ, കുട്ടികളുടെ വളർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് കുട്ടികളുടെ തൂക്കം നോക്കുന്നതിൽ, കാഴ്ച, കേൾവി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കുട്ടികളുടെ വളർച്ച എന്ന് വെച്ചാല് ആദ്യത്തെ ഒരു വയസ്സ് വരെ, അല്ല അതിനുശേഷവും വളർച്ച വളരെ പ്രധാനമാണ്. പക്ഷെ ഒരു വയസ്സ് വരെ നമ്മൾ വളരെ കൃത്യമായിട്ട് കുട്ടികളുടെ തൂക്കം പ്രത്യേക കാലയളവിൽ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പൊ ഓരോ കാലയളവിലും കുട്ടിക്ക് വേണ്ട തൂക്കത്തിന്റെ അളവ് വ്യത്യാസമാണ്. അപ്പൊ ആദ്യത്തെ ഒരു 10 ദിവസം ജനിച്ച വെയിറ്റിൽ നിന്ന് കുട്ടി വെയിറ്റ് കുറയുകയാണ് ചെയ്യുക. ഒരു 3 കിലോ ഉണ്ടായിരുന്ന കുട്ടി ആദ്യത്തെ ഒരു 7 ദിവസം കൊണ്ട് അതിന്റെ 10% വെയിറ്റ് നഷ്ടപ്പെടും. അതിന്റെ ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പൊ 10% എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 300 ഗ്രാം. അപ്പൊ ആദ്യത്തെ 7 ദിവസം കൊണ്ട് ഒരു 300 ഗ്രാമോളം കുട്ടിക്ക് നഷ്ടപ്പെടാം. കുറച്ചപ്പുറത്തും ഇപ്പുറത്തും വ്യതിയാനങ്ങൾ ഉണ്ടാവാം. അതിനുശേഷം ബാക്കി ഒരു 3 ദിവസം കൊണ്ട് ഈ കുട്ടിയുടെ ബർത്ത് വെയിറ്റ്, അതായത് ജനിച്ച സമയത്തുള്ള വെയിറ്റ് റീഗെയിൻ ചെയ്യും, തിരിച്ച് കുട്ടിക്ക് വരണം. അപ്പൊ ഏകദേശം ഒരു 10 ദിവസം ആവുമ്പോഴേക്കും കുട്ടിയുടെ ജനിച്ച വെയിറ്റ് നമ്മൾ ഏകദേശം ഉണ്ടായിരിക്കണം കുട്ടിക്ക്. അതിനുശേഷം കുട്ടി ആവശ്യമുള്ള മുലപ്പാല് കിട്ടുന്ന ഒരു കുട്ടിക്ക് ഏകദേശം 25 to 30 ഗ്രാം വരെ ഒരു ദിവസം കൂടണമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഏകദേശം ആ ഒരു റേഞ്ചിൽ, അപ്പൊ 25 to 30 ഗ്രാം വരെ ഒരു ആദ്യത്തെ 3 മാസത്തോളം കുട്ടിക്ക് ആ ഒരു റേഞ്ചിൽ വെയിറ്റ് കൂടണം. ഒരു ദിവസമാണ് പറയുന്നത്. അപ്പൊ ഏകദേശം ആദ്യത്തെ ഒരു മാസം ഈ ബർത്ത് വെയിറ്റ് തിരിച്ചു വന്നതിന് ശേഷം ഒരു 600 ഗ്രാമോളം ആദ്യത്തെ മാസം കൂടും. മറ്റു മാസങ്ങളിൽ ഒരു ഏകദേശം 900 ഗ്രാംസോളം കൂടാം, മാക്സിമം അത്ര കൂടാം. അതിനുശേഷം ഒരു 15 to 20 ഗ്രാമിനോളം ദിവസം വെച്ചിട്ട്, അല്ലെങ്കിൽ 400 ഗ്രാം ഒരു മാസം വെച്ചിട്ട്, അങ്ങനെ ഒരു വർഷത്തോളം ഏകദേശം ആ ഒരു പാറ്റേണിലായിരിക്കും കുട്ടിയുടെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക. ഇതാണ് ആദ്യത്തെ ഒരു വർഷത്തേക്കുള്ള നമ്മൾ വെയിറ്റ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മൾ വെയിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ 6 മാസം കഴിഞ്ഞ് മുലപ്പാലിന് ശേഷം നമ്മൾ കട്ടി ആഹാരങ്ങൾ കുട്ടിക്ക് കൊടുക്കാൻ തുടങ്ങും. അപ്പൊ ഈ കട്ടി ആഹാരം കൊടുക്കുന്നത് ആവശ്യത്തിനുണ്ടോ, കുട്ടിയുടെ പോഷകാഹാരം എന്തെങ്കിലും മതിയാവുന്നുണ്ടോ, കുട്ടിക്ക് ആവശ്യത്തിന് വെയിറ്റ് കൂടുന്നുണ്ടോ എന്നുള്ള കൃത്യമായ കാലയളവിൽ ഒരു ഡോക്ടറെ കാണിച്ച് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യണം. കാരണം ഈ മാസങ്ങളിലുള്ള, ഈ ആദ്യത്തെ വർഷങ്ങളിലുള്ള കുട്ടിയുടെ ശരീരത്തിന്റെ ഭാരം കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ആ സമയങ്ങളിൽ കുട്ടിക്ക് വെയിറ്റ് ഗെയിൻ ഒന്നും വന്നിട്ടില്ലെങ്കിൽ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയെയും ഡെവലപ്മെന്റിനെയും ഒക്കെ അത് ബാധിക്കും. അപ്പൊ ആ സമയത്തുള്ള കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അത് കുറച്ചും കൂടി എളുപ്പത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കണക്കുകളൊക്കെ ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഈ ഹെൽത്തിന്റെ ഭാഗമായിട്ട് MCP കാർഡ്, മാതൃശിശു സംരക്ഷണ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് എല്ലാ അമ്മമാർക്കും ആശാ വർക്കർ കൊടുക്കുന്നുണ്ട്. ഒരു ബുക്കാണ്. എല്ലാവരും കരുതിയിരിക്കുന്നത് കുത്തിവെപ്പിന്റെ ബുക്ക് മാത്രമാണെന്നാണ്. പക്ഷെ അതല്ല, അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ള ഒരു ബുക്കാണ്. എല്ലാ അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. ആ ബുക്ക് ഒന്ന് നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ കുട്ടിക്ക് എന്തൊക്കെ, ഒരു വർഷത്തിനുള്ളിൽ വരുന്ന കുട്ടിക്ക് എന്തൊക്കെ പരിചരണങ്ങൾ ആവശ്യമുണ്ട്, ആ കുട്ടിയുടെ വളർച്ച ഏതൊക്കെ രീതിയിൽ നമ്മൾ മോണിറ്റർ ചെയ്യണം, എന്തൊക്കെ വെയിറ്റ് കൂടണം, എന്തൊക്കെ ആഹാരങ്ങൾ കൊടുക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു ബുക്കാണ് ഈ MCP കാർഡ്. എല്ലാ മദേഴ്സിനും ആശാ വർക്കേഴ്സ് കൊടുക്കുന്നതാണ്. അപ്പൊ അതില് ഗ്രോത്ത് ചാർട്ട് എന്നുണ്ട്. അതിൽ നമ്മൾ പ്ലോട്ട് ചെയ്താലും കുട്ടി കറക്റ്റ് ആയിട്ട് ഗ്രോത്ത് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഏകദേശം അമ്മമാർക്ക് തന്നെ അറിയാൻ പറ്റും. പിന്നെ ചോദിച്ചത് കേൾവിയുടെയും കാഴ്ചയുടെയും കാര്യമില്ലേ? അതെ ഡോക്ടർ. ജനിച്ച മുതൽ പറയൂ. അതെ, കേൾവിയുടെയും കാഴ്ചയുടെയും കാര്യം. അതെ. അപ്പം കേൾവിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും തന്നെ ജനിച്ച ഉടനെ കേൾവി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ എല്ലാ കുട്ടികൾക്കും അത് ചെയ്യും. അതൊരു ബേസിക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുക. ആ ടെസ്റ്റ് പാസ്സായി എന്നാണ് പറയുക. ബൈലാറ്ററൽ പാസ് ആണെങ്കിൽ ആ കുട്ടിക്ക് അത്യാവശ്യം കേൾവിക്ക് വലിയ തകരാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അതായത് നവജാത ശിശു ICUലൊക്കെ കിടക്കേണ്ടി വന്ന കുട്ടികൾ, അല്ലെങ്കിൽ തീരെ ഭാരം കുറഞ്ഞ കുട്ടികൾ, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ സിറ്റുവേഷനിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അതിന്റെ അഡ്വാൻസ് ടെസ്റ്റായ ബേറ ടെസ്റ്റ് ചിലപ്പം വേണ്ടി വന്നേക്കാം. അപ്പൊ അത് അതിനനുസരിച്ച് ചെയ്യും. പിന്നെ കാഴ്ചയുടെ ടെസ്റ്റ് പ്രത്യേകമായിട്ട് നമ്മൾ, കാഴ്ച എന്നുള്ളത് നമ്മളെ ഒരു ശലഭം പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ശലഭം പ്രോഗ്രാം. ഈ ശലഭം പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അതിനൊരു ട്രെയിൻഡ് നേഴ്സ് ഉണ്ട്.
ആ ട്രെയിൻഡ് നഴ്സ് കുട്ടികളിൽ ഇങ്ങനെയുള്ള ഡിഫക്ട്സ് എല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അതായത് വളരെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചികിത്സ ചെയ്യേണ്ടതായിട്ടുള്ള ഹാർട്ടിന്റെ പ്രോബ്ലംസ്, അതുപോലെ വിസിബിൾ ബർത്ത് ഡിഫക്ട്സ് എന്ന് പറയും. അതായത് കുട്ടിക്ക് വിസിബിൾ ആയിട്ട് കാഴ്ചയിലുള്ള എന്തെങ്കിലും ജന്മന വൈകല്യങ്ങൾ ഉണ്ടോ, അതുപോലെ ഈ കാഴ്ചയുടെ, കേൾവിയുടെ, ഇതെല്ലാം ആ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് എല്ലാ ഗവൺമെന്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉണ്ടാവുമായിരിക്കും. ഇത് ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ്, അതുകൊണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ എന്തായാലും ഉണ്ട്. അപ്പൊ ആ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം ഈ ശലഭം നഴ്സ് എന്ന് പറയുന്ന ആള് ഇതെല്ലാം മോണിറ്റർ ചെയ്യും, എല്ലാം സ്ക്രീനിങ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം എന്നുള്ള പ്രോഗ്രാം തന്നെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചില ബ്ലഡ് ടെസ്റ്റുകളും ജനിതക വൈകല്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ചില ജനിതക വൈകല്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകളും കേൾവിയും കാഴ്ചയും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ചെയ്യും. പിന്നെ പ്രത്യേകമായിട്ട് കാഴ്ചയുടെ ഒരു കാര്യം നോക്കേണ്ടത് ഏത് കുട്ടികൾക്കാണെന്ന് വെച്ചാൽ, മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ചും ആ കുട്ടികൾക്ക് വെന്റിലേറ്റർ അല്ലെങ്കിൽ ഓക്സിജന്റേതായ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ROP എന്നുണ്ട്, റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി. അതായത് മാസം തികയാത്ത കുട്ടികളിൽ ഓക്സിജൻ കൊണ്ട് വരാവുന്ന, ഓക്സിജന്റെ അമിതമായ ഉപയോഗം അല്ലെങ്കിൽ ഓക്സിജന്റെ അത് നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം NICU സാഹചര്യത്തിൽ എന്തായാലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് കുട്ടിയുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ROP എന്നുള്ള ഒരു പരിശോധന കൃത്യമായ ഇടവേളകളിൽ ചെയ്യേണ്ടതുണ്ട്. അത് നവജാത ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന എല്ലാ കുട്ടികൾക്കും അതത് ഡോക്ടർമാര് നിർദ്ദേശിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ടെസ്റ്റും കൂടി കാഴ്ചയുടെ ഇതായിട്ട് വരുന്നുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. ഈ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ അപേക്ഷിച്ചിട്ട് അവരുടെ പൊക്കിൾ കൂടി അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പൊക്കിൾ കൂടി വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? എന്തെങ്കിലും മരുന്ന് പുരട്ടേണ്ടതുണ്ടോ? പൊക്കിൾക്കൊടിക്ക് ഒരു മരുന്നും പരത്തേണ്ടെന്നാണ് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് എല്ലാം പറയുന്നത്. പൊക്കിൾക്കൊടി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അവിടെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ കുളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കുക, വൃത്തിയായിട്ട് ഡ്രൈ ആയിട്ട് വെക്കുക. അത് മാത്രമേ വേണ്ടൂ. പൊടികളോ ഓയിൻമെന്റ്സോ ഒന്നും ആവശ്യമില്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ മരുന്ന് കൊടുക്കാം, എന്തൊക്കെ മരുന്ന് കൊടുക്കരുത്, അതുപോലെ പല മരുന്നുകളും മറ്റു ഈ കൊതുക് കടിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മരുന്നുകളും ദേഹത്തൊക്കെ ഉരച്ചു കൊടുക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുട്ടികൾക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് 6 മാസം വരെ. അതിൽ മെഡിക്കലി നിർദ്ദേശിക്കാത്തുള്ള ഒരു മരുന്നുകളും ആവശ്യമില്ല. കുട്ടികൾക്ക് ഒരു മരുന്നിന്റെയും ആവശ്യമില്ല. മെഡിക്കൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്ന ചില വിറ്റമിൻ സപ്ലിമെന്റേഷൻ മാത്രം, അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലാതെ ഒരു മരുന്നുകളും കുട്ടികൾക്ക് ആവശ്യമില്ല. ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും മരുന്ന് ആവശ്യമുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ഒരിക്കലും ഒരു ഡോക്ടറെ കാണിക്കാതെ കൊടുക്കരുത്. കാരണം വലിയ കുട്ടികളിൽ നിന്നും അതുപോലെ അഡൽട്സിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ് ചെറിയ കുട്ടികളുടെ, നവജാത ശിശുക്കൾ പ്രത്യേകിച്ചും അവരുടെ ബിഹേവിയർ എന്ന് പറയും. അതായത് അവരുടെ അസുഖങ്ങൾ മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ വൈകിപ്പോവും. കുറച്ച് വൈകിയാൽ തന്നെ അത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുമുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്ന രീതി ഒരിക്കലും നവജാത ശിശുവിന് ചേർന്നതല്ല. അപ്പൊ നവജാത ശിശുവിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ വേണമെങ്കിൽ മാത്രം കൊടുക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച മരുന്നുകൾ ഈ സപ്ലിമെന്റ്സ്, അതായത് വേറെ എന്തെങ്കിലും രക്ഷയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണോ എന്ന് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. വേറെ മരുന്നുകളുടെ ഒന്നും പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ല. അൺലെസ് മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും വരികയാണെങ്കിൽ മാത്രം അതിന് ഡോക്ടർ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ മാത്രം കഴിക്കുക. പിന്നെ സ്കിന്നിൽ ഉരയ്ക്കുന്നതെന്ന് നമ്മൾ ഉദ്ദേശിച്ചത് പണ്ടത്തെ നമ്മുടെ ഒരു പണ്ട് നാടുകളിലൊക്കെ ഒരു 28 കെട്ട്, അതായത് 28 പേരിടൽ, അങ്ങനത്തെ ഒക്കെ ഒരു ചടങ്ങുകൾ 28ന്റെ ഭാഗമായിട്ട് പല സ്വർണം ഉരച്ചു കൊടുക്കുക, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ഈ സ്വർണം അങ്ങനെയൊക്കെ പണ്ടൊക്കെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ പല എന്താ വേരുകളുടെ ഇടയിലൊക്കെ സ്വർണം വെച്ച് ചാലിച്ചു കൊടുക്കുക. ഉള്ളിൽ കയറുന്ന ഒരു മരുന്നുകളും ഈവൻ പുറത്തും ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം കുട്ടികളുടെ അതൊന്നും ഒരു ആഡിക്വേറ്റ് സ്റ്റഡീസ് ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് സ്വർണം പോലെയുള്ള ലോഹങ്ങളൊക്കെ ഹെവി മെറ്റൽസ് ആണ്. അതൊക്കെ ചെറിയ രീതിയിൽ തന്നെ ഉള്ളിൽ ചെന്നാലും അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം. പ്രത്യക്ഷത്തിലൊന്നും കണ്ടില്ലെങ്കിലും അതിനൊക്കെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ എത്ര ഹൈജീനിക് ആയിട്ട് നമ്മൾ ഉരച്ച് ചെയ്താലും അതിനൊക്കെ എന്താ പറയാ, കുട്ടികളുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആണ്.
വളരെ മൃദുലമാണ്. അപ്പൊ അതിന് റിയാക്ഷൻസ് ഉണ്ടാവും. അതുപോലെ ഉള്ളിൽ ചെന്നാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും വയറിളക്കം പോലെയുള്ള രോഗങ്ങൾ വരാം. അപ്പൊ അങ്ങനെ ഒരു മരുന്നുകളും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും ഉത്തമം. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. ചോദിക്കാനായിരുന്നു. എന്റെ മകൾക്ക് ഇപ്പൊ 4 മാസം പ്രായമുണ്ട്. അപ്പോൾ ഡോക്ടർ അയൺ ഡ്രോപ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ആ അയൺ ഡ്രോപ്സ് കുട്ടി ഒട്ടും അത് കഴിക്കുമ്പോൾ വല്ലാതെ തീരെ അത് കഴിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പൊ അത് ശരിക്കും കണ്ടിന്യൂസ് ആയി കൊടുക്കണോ അയൺ ഡ്രോപ്സ്, അതോ എപ്പോഴാണ് നമ്മളത് ഇനി 6 മന്ത്സിൽ വീണ്ടും ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യില്ലേ, അപ്പൊ അയൺ ഡ്രോപ്സ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലേന്ന് അറിയാനായിട്ടായിരുന്നു. 4 മാസമായിട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്തോ? ഹലോ ശ്രീലക്ഷ്മി, കേൾക്കുന്നുണ്ടോ? ഹലോ ഡോക്ടർ ഹലോ, കോൾ കണക്ഷൻ കട്ടായി പോയി പോയെന്ന് തോന്നുന്നു. ഡോക്ടർ, ഓക്കെ, നവജാത അതിനുത്തരം പറയാം. പറഞ്ഞോളൂ ഡോക്ടർ. ശ്രീലക്ഷ്മി, ഞാൻ ചോദിച്ചത് മനസ്സിലാക്കി 4 മാസമായി എന്നാണ് ഞാൻ കേട്ടത്. അപ്പം 4 മാസമുള്ള കുട്ടിക്ക് വേറൊരു ഭക്ഷണവും കൊടുക്കേണ്ട ആവശ്യമില്ല. മുലപ്പാലല്ലാതെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ വേറൊരു ഭക്ഷണം തുടങ്ങിയത് ശരിയായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൂടാതെ ഡോക്ടർ അയൺ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മാസം തികയാതെ പ്രസവിച്ച കുട്ടികളാണെങ്കിൽ അയൺ പ്രിസ്ക്രൈബ് ചെയ്യും. അത് കൊടുക്കേണ്ടതാണ്. അതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം അതിനൊരു കയ്പ്പായിരിക്കും. പക്ഷെ അത് എങ്ങനെയെങ്കിലും കുറച്ച് ഡ്രോപ്സേ ഉണ്ടാവുള്ളൂ. ഒരു 0.3 ml 0.4 ml അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അതെങ്ങനെയെങ്കിലും ഒക്കെ മുലപ്പാലിൽ ചാലിച്ചിട്ടോ അല്ലാതെയോ ഒക്കെ കൊടുക്കുന്നതാണ് എപ്പോഴും ഉത്തമം. ഏതായാലും വേറെ മുലപ്പാൽ അല്ലാതെ വേറൊരു ഭക്ഷണവും മെഡിക്കലി ഇൻഡിക്കേറ്റഡ് അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല 4 മാസത്തിൽ. ശരി ഡോക്ടർ, നമ്മൾ ഈ നവജാത ശിശുക്കളെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഉപയോഗിക്കുന്ന എണ്ണ, സോപ്പ്, ഇതിലൊക്കെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? പണ്ടത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാല്, തിളച്ച വെള്ളത്തില് കുട്ടിയുടെ ശരീരം ഇങ്ങനെ ചുവന്ന് തുടുക്കും അല്ലെ, എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ തിളച്ച വെള്ളത്തിലാണ് നമ്മുടെ കുളിപ്പിക്കുന്നവരുടെ കൈ മുക്കിയാൽ അവരുടെ കൈ പൊള്ളും. ആ രീതിയിലുള്ള വെള്ളത്തിലായിരുന്നു പണ്ടൊക്കെ കുളിപ്പിച്ചിരുന്നത്. അത് വളരെ തെറ്റായ ഒരു സംഗതിയാണ്. നമ്മുടെ സ്കിന്നിന് കൈ പൊള്ളുന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും എത്രയോ 1000 മടങ്ങ് മൃദുലമാണ് ഒരു നവജാത ശിശുവിന്റെ സ്കിന്ന്. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള ഒരു വെള്ളത്തിൽ ഒരിക്കലും കുട്ടിയെ കുളിപ്പിക്കാൻ പാടില്ല. പിന്നെ എന്നും കുളിപ്പിക്കണം എന്ന് തന്നെ ഇല്ല, കുട്ടികൾ വൃത്തിയായി സൂക്ഷിച്ചാൽ മതി. ഇപ്പം പലരുടെയും ഏറ്റവും വലിയ കൺസേൺ, വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഒരു 2.5 3 kg ഒക്കെ ആകുമ്പോഴേ കുളിപ്പിക്കാൻ തന്നെ പറയുള്ളൂ. അപ്പൊ അത്ര ചെറിയ കുട്ടികളാണെങ്കിൽ കുളിപ്പിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എല്ലാവർക്കും ഒരു കുളിപ്പിച്ചാലാണ് ഒരു സമാധാനം വരിക തോന്നുന്നു. എല്ലാ പേഷ്യൻസും ചോദിക്കും, കുളിപ്പിക്കട്ടെ ഡോക്ടറെ, കുളിപ്പിക്കട്ടെ. അതിന്റെ അത്ര അത്യാവശ്യമൊന്നുമില്ല. കുട്ടികളിൽ അവർ വളരെ ക്ലീൻ ആണ്. അവരുടെ പിന്നെ കുറച്ചെങ്കിലും വൃത്തികേടാവാൻ സാധ്യതയുള്ള ഫോൾസ് ഒക്കെ, കൈന്റെ ഇടയിലുള്ള, കഴുത്തിന്റെ ഇടയിൽ, ജെനിറ്റേലിയ, ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്താൽ മാത്രം തന്നെ ധാരാളം മതിയോ? ഇനി കുളിപ്പിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അത് കുളിപ്പിക്കൽ എന്നുള്ളത് ഒരു മസാജിങ് പ്രോസസ്സ് കൂടിയാണ്. ആ ഭാഗത്തിൽ അത് കുളിപ്പിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുളിപ്പിക്കുന്ന വെള്ളം ല്യൂക്ക് വാം വാട്ടർ എന്നാ പറയാ. അതായത് വളരെ പാകത്തിന് ചൂടുള്ള വെള്ളം. അതായത് നമ്മുടെ കയ്യിൽ ഒഴിച്ചാൽ നമുക്ക് തണുപ്പും പാടില്ല, ചൂടും പാടില്ല. അങ്ങനെ അത്ര കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ശരീരത്തിന് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന വെള്ളം മാത്രമേ, ഇളം ചൂടുള്ള വെള്ളം എന്ന് പറയാൻ വേണമെങ്കിൽ, ആ വെള്ളം മാത്രമേ കുട്ടിക്ക് കുളിപ്പിക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതൊരു കാര്യം. പിന്നെ കുളിപ്പിക്കുന്ന പ്രോസസ്സ് ഒരിക്കലും ഒരുപാട് നീണ്ടു പോകരുത്, പ്രത്യേകിച്ച് ഈ തണുത്ത കാലാവസ്ഥയിൽ. കുട്ടി കുളിപ്പിച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് തണുത്തു പോകും. അങ്ങനെ തണുക്കരുത് ഒരിക്കലും. അതാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എണ്ണ, ഓയിൽ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് നമ്മൾ അധികം സജസ്റ്റ് ചെയ്യാറ്. കോക്കനട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കോക്കനട്ട് ഓയിൽ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കുട്ടിക്ക് നല്ലതാണ്. MCT ഓയിൽ എന്ന് പറയും. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ധാരാളം ഉള്ളതാണ് നമ്മുടെ സ്വന്തം നാട്ടിലെ വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ശരിക്കും വേണ്ടത്, വെളിച്ചെണ്ണ കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ ആ മോയ്സ്ചർ ലോക്ക് ചെയ്യാനാണ് വെളിച്ചെണ്ണയുടെ ആവശ്യം. അതായത് കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ ജസ്റ്റ് പാറ്റ് ഇറ്റ് ഡ്രൈ, അതായത് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക, എന്നതിന് ശേഷമാണ് ഓയിൽ പരട്ടേണ്ടത്. പക്ഷെ അങ്ങനെ പരട്ടി കഴിഞ്ഞാൽ വേറെ കുറച്ച് എന്താ പറയാ, ഒരു എസ്തെറ്റിക്കലി അതൊന്നും അത്ര ക്ലീൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് അതങ്ങനെ ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താണ് ചോദിച്ചത്, സോപ്പിനെ പറ്റി അല്ലെ? സോപ്പ് ശരിക്കും പറയാച്ചാല് ഈ സിന്തറ്റിക് സോപ്സ് ഒന്നും തന്നെ കുട്ടികളുടെ ശരീരത്തിന് പറ്റില്ല എന്നാണ്. അതായത് pH ന്യൂട്രൽ ആയിട്ടുള്ള സോപ്പ് മാത്രമേ കുട്ടികൾക്ക്
ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഈ മെഡിക്കേറ്റഡ് സോപ്സ് ഉണ്ട്, അതിന് ഒരു ഫ്രാഗ്രൻസും ഉണ്ടാവില്ല, ഒരു സ്മെല്ലും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമുക്കൊരു അപ്പീലിംഗ് ആയിട്ട് തോന്നില്ല. പക്ഷെ അങ്ങനത്തെ സോപ്പുകളാണ് കുട്ടിയുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. പിന്നെ കുളിപ്പിച്ച ശേഷം കുട്ടികളെ ഒരിക്കലും അമർത്തി തുടയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കാനേ പാടുള്ളൂ. പ്രത്യേകിച്ചും ഫോൾഡുകളിലൊക്കെ ഈ നമ്മൾ കാലും തൊടയും ഇടുക്ക് കഴുത്തിന്റെ ഇടയിൽ ഈ ഇടുക്കുകളൊക്കെ ഡ്രൈ ആക്കി എന്ന് ഉറപ്പ് വരുത്തണം. അതും അമർത്തി തുടയ്ക്കാൻ പാടില്ല, പാറ്റ് ചെയ്യാനേ പാടുള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ഒപ്പിയെടുക്കുക എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ഒപ്പിയെടുക്കാൻ പാടുള്ളൂ. കൈന്റെ അടിയില്, കൈന്റെ കക്ഷത്തില്, കഴുത്തില്, അതുപോലെ ഗ്രോയിൻ, ജെന്റിയില്, ഈ ഏരിയയിലൊക്കെ ഡ്രൈ ആക്കി വെക്കാം. അതാണ് അതിന്റെ ഉദ്ദേശം. അല്ലാതെ അമർത്തി തുടച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ശരീരത്തിൽ അബ്രേഷൻസ് വരും, അതിൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നവജാത ശിശു പരിചരണത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഊർമിള KV ആണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ സമയം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.